നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിലും കടുത്ത പ്രതിസന്ധിയിലാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. മലപ്പുറം ജില്ലയിൽ മാത്രം 100-ലേറെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളാണ് ഇത് ഉപജീവന മാർഗമായി സ്വീകരിച്ചത്. പുതുതലമുറ കൈയൊഴിയുന്നതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ നടുവട്ടം കൊടലംകുഴിയിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളാണ്. 30ഓളം കുടുംബങ്ങളാണ് ഇവിടെ മൺപാത്രം നിർമ്മിക്കുന്നത്. എന്നാൽ മണ്ണിന് വില വർദ്ധിക്കുന്നതും വിൽപ്പന കുറഞ്ഞതും ഇവരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. മണ്ണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണ്ണിപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരില്ലേ, മണ്ണിനൊക്കെ 21 ലോഡും മണ്ണിനൊക്കെ 28 റുപ്യ 30 റുപ്യൊക്കെ വരുന്നുണ്ട്. എല്ലാ സാധനം വേണം, വൈക്കോല്, വിറക്, എവിടെ ഇത് പിന്നെ ഇങ്ങനെ ഈ തൊഴിലായിട്ട് ഇങ്ങനെ പോവന്നെ. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം മൺപാത്ര നിർമ്മാണങ്ങളിലും ഏറെ മാറ്റങ്ങൾ വന്നെങ്കിലും ഇന്നും പട്ടിണിയിലാണ് ഇവരുടെ കുടുംബങ്ങൾ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കളിമണ്ണ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വില വർദ്ധിക്കുന്നത് ഒരു പ്രധാന കാരണമാണ്. കളിമണ്ണ് ആവശ്യത്തിന് ലഭിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പുതുതലമുറ ഈ മേഖല പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ചെലവും കുറച്ച് ഡിമ്മാണ്. ഇന്നൊക്കെ പറമ്പണിക്ക് എല്ലാവരും പോകണം. ഞങ്ങൾ പിന്നെ അങ്ങനെയാണ്ട് ഇതിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇതിലാണ്ട് ഇതായി ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നല്ലോണം പണിയെടുക്കണം, നല്ലോണം റെസ്റ്റ് ചെയ്തൊക്കെ പണിയെടുക്കണം. മുൻപ് മണ്ണുകൊണ്ട് വിവിധ തരം പാത്രങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇന്ന് കിണറുകൾക്ക് ഉപയോഗിക്കുന്ന റിങ് വരെ നിർമ്മിക്കുന്നുണ്ട്. വീടുകളിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന പഴമയുടെ കാലത്തേക്ക് ജനങ്ങൾ തിരിച്ചു പോകുന്നുണ്ടെങ്കിലും നിരവധി പ്രതിസന്ധികൾ ഈ മേഖല ഇപ്പോഴും നേരിടുന്നു. കാലം ഏറെ മാറിയെങ്കിലും ഇപ്പോഴും നിരവധി പേരാണ് മൺപാത്രം നിർമ്മിച്ച് അത് വിറ്റ് ജീവിക്കുന്നത്. പക്ഷേ പുതിയ തലമുറ ഇത് ഏറ്റെടുക്കുന്നില്ല. കാരണം വലിയ നഷ്ടത്തിലാണ് എന്നത് തന്നെ. നടുവട്ടത്ത് നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം.